2 പാർട്ടുകളുള്ള മൂന്നാം ഭാഗത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിനിമ. ഈ ഒരു ഒന്നാം ഭാഗത്തിന് തന്നെ ഏതാണ്ട് 167 മിനിറ്റ് ദൈർഘ്യമുണ്ട്. ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പർ ടൈം ലൈൻ ഫാൻറ്റസി സിനിമയുടെ ഇൻ്റർവെൽ പോയിന്റ് പോലെയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒന്നാം ഭാഗം ഒരർത്ഥത്തിൽ പാരലലായിട്ട് നടക്കുന്ന 2 ആട് സിനിമകളാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 3 ആക്ട് സ്ട്രക്ചറിലെ കോൺഫ്ലിക്റ്റ് ഈ സിനിമയിൽ വരുന്നത് ക്ലൈമാക്സിലാണ്. ഷാജി പാപ്പൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഈ സിനിമയുടെ അവസാനം അവർ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലെ കുറേ കഥാപാത്രങ്ങളും അവരുടെ ചില ഡയലോഗുകളും ഒക്കെ ഇന്ന് സ്റ്റിക്കറുകളായും മീമുകളായും ഒക്കെ പോപ്പ് കൾച്ചറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള പല ഡയലോഗുകളും മറ്റൊരു ടൈം ലൈനിൽ വേറെ രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഹ്യൂമർ സൃഷ്ടിക്കാൻ മിഥുൻ മാനുവൽ തോമസിന് ഇവിടെ സാധിക്കുന്നുണ്ട്. ഒരു പീരിയഡ് സെറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ പടത്തിന്റെ സ്കെയിൽ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് വിഷ്വൽ ലാംഗ്വേജിൽ കാണാൻ സാധിക്കും. ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് മനു മഞ്ജിത്ത് എഴുതിയിട്ടുള്ള ഇതിലെ ചെറിയ ചെറിയ പാട്ടുകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിക്കുന്നുണ്ട്.